അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കൈൽ റാഡിക്കൽസ്. അത് ബേസിക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. ഫസ്റ്റിൽ ആൽക്കൈൽ റാഡിക്കൽസ്, അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. RH എന്നാണ് നമ്മൾ ആൽക്കൈനിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോൾ RH എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു മീതെയിൻ RH ആണ്. അതേപോലെ ഈതെയിൻ, ഇതൊക്കെ RH അല്ലെങ്കിൽ അതായത് ആൽക്കൈൻ ആണ് ജനറലി, അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഇതിൽ ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക R എന്ന് പറയുന്നത്. ആൽക്കൈൽ റാഡിക്കൽസ് എന്ന് പറയാം, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. സോ R എന്നാണ്. എന്താണ് R ഇങ്ങനെ ഫോം ചെയ്യുന്നത്? ഒരു ആൽക്കൈനിൽ നിന്ന് H റീപ്ലേസ് ചെയ്തു, ഒരു H ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്താൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ആൽക്കൈനിൽ നിന്നും, അതായത് ഫസ്റ്റിൽ മീഥെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആൽക്കൈൽ ഗ്രൂപ്പാണ് മീഥൈൽ ഗ്രൂപ്പ്. ഈഥെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ ഈഥൈൽ ഗ്രൂപ്പ്. അങ്ങനെ നമുക്ക് ഓരോന്ന് പറയാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം ഈ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്പർ ഓഫ് കാർബൺ ആറ്റം എങ്ങനെയാണ് IUPAC സിസ്റ്റത്തിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നെയിം ചെയ്യാന്ന് പറയാം. ഇപ്പോൾ ഒരു കാർബൺ ആറ്റം ആണ് എങ്കിൽ നമ്മൾ അതിനെ മെത്ത് എന്ന് വിളിക്കും. 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, 6 ആണെങ്കിൽ ഹെക്സ് എന്ന് പറയും. 7 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്റ്റ്, 9 ആണെങ്കിൽ നോൺ ആൻഡ് 10 ആണെങ്കിൽ ഡെക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഇനി അതിൻ്റെ നെയിമിങ്ങിലേക്ക് വരാം. അത് ആൽക്കൈനിൽ നിന്ന് ഉണ്ടാകുന്ന ആൽക്കൈൽ ഗ്രൂപ്പാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ആൽക്കൈൻ ആണ് CH4, അതായത് മീഥെയിൻ. ഇതിൻ്റെ IUPAC നെയിം, ബിക്കോസ് ഇതിൽ ഒരു കാർബൺ ആറ്റം മെത്ത് എന്നാണ് പറയുക. ഇത് ആൽക്കൈൻ ആയതുകൊണ്ട് മീഥെയിൻ. ഇനി ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്യുക, അതായത് CH4 ആണ് മീഥെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്താൽ നേരെ നമുക്കറിയാം CH3 ആണ് ഉണ്ടാകുക. നമ്മൾ പറഞ്ഞു, അതായത് R ഗ്രൂപ്പാണ്. ഇത് R എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക ജനറൽ ആയിട്ട്, അതായത് CH3 ആണ് മീഥൈൽ ഗ്രൂപ്പ്. ഇത് നമ്മൾ പറയാം മീഥൈൽ. ഇനി C2H6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഥൈൻ ആണ്, അതായത് 2 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കൈൻ ആണ്. ഇതിന് പറയാം എന്താണ്? ഈഥൈൻ എന്നാണ് പറയുക. സോ ഇതിൽ ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? C2H5. C2H6 എന്ന് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്താൽ C2H5. ഇതിന് പറയാം ഈഥൈൽ എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഓർമ്മിക്കേണ്ടത്? ആൽക്കൈൽ, അതായത് ആൽക്കൈൽ എന്ന് ജനറൽ ആയിട്ട് പറയാം, ആൽക്കൈൽ. അപ്പോൾ ഇത് മീഥൈൽ, ഈഥൈൽ അങ്ങനെ പറയാം. ഇതിൽ പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞ ഒരു ആൽക്കൈൻ ആണ്, 3 കാർബൺ ആറ്റമുള്ള ആൽക്കൈൻ ആണ്. അപ്പോൾ ഈ ആൽക്കൈനിനെ നമ്മൾ ഈ പ്രൊപ്പെയിനിനെ ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്താൽ C3H7 ആയി മാറും. ഇത് പ്രൊപ്പൈൽ ആയി എന്നർത്ഥം. ദിസ് ഈസ് പ്രൊപ്പൈൽ. ഇനി നമ്മൾ C4H10 എന്ന് പറയാം. C4H10 എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടൈൻ ആണ്. ഈ ബ്യൂട്ടൈൻ നെയിം നോക്കുക, ബ്യൂട്ടൈൻ. ഇതിൽ ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടൈൽ ഉണ്ടാകും. ഇനി പെൻഡൈൻ, അത് ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്താൽ പെൻഡൈൽ. അപ്പോൾ എന്താണ് ഓർമ്മിക്കേണ്ടത്? ജസ്റ്റ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഇവിടെ 1 ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്താൽ, അതായത് RH നിന്ന്, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാം, RH നിന്ന് 1 ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്യും. RH എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് ആൽക്കൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് RH. ഇതിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റം പോയാൽ R ഗ്രൂപ്പ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ നോക്കാം, നേരെ ഇതാണ് ഇതിൻ്റെ പാരന്റ് എന്ന് പറയാം. അതായത് ഈ മീഥെയിനിൽ നിന്നാണ് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന കേസിൽ. ഇനി നമ്മൾ വേറെ ടൈപ്പ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, ഇത് മാത്രമല്ലാതെ നമുക്ക് ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാകാം. അതായത് ഇത് നോക്കാം, ഈ കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കൈൻ ആണിത്, പ്രൊപ്പെയിൻ ആയിരുന്നു. ഈ പ്രൊപ്പെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം, ഇവിടെ ശരിക്കും പറഞ്ഞാൽ CH2 ഗ്രൂപ്പാണിത്, ഈ ഒരു H റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം ഇതൊരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്, ഇതൊരു ആൽക്കൈലാണ്. അപ്പോൾ ആ ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തു. ഇതൊരു ആൽക്കീനാണ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിനിൽ നിന്ന് സെൻട്രൽ, അതായത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ 1 ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു ആൽക്കിൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇത് ഐസോപ്രൊപ്പൈൽ. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് CH2 CH3, ഇത് ബ്യൂട്ടൈൻ ആണ്. 4 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് ബ്യൂട്ടൈൻ ആണ്. അതായത് ഇതാണ്
ബ്യൂട്ടൈൻ. ഇനി ഇതിൽ നിന്ന് സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തു, സെക്കൻഡറി ബ്യൂട്ടൈൽ. ഇത് സെക്കൻഡറി ബ്യൂട്ടൈലാണ്. ഈ സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി കാർബൺ ആറ്റത്തിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഓർമ്മിക്കുക, ഇത് സെക്കൻഡറി ബ്യൂട്ടൈൽ. ഇനി അതേപോലെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. അതായത് 4 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു ഹൈഡ്രജൻ വേണ്ടതായിരുന്നു, അപ്പം ബ്യൂട്ടൈൻ ആകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ്, അതുകൊണ്ട് ടെർഷ്യറി ബ്യൂട്ടൈൽ. ഇനി ഇവിടെ ഓർമ്മിക്കുക എന്താണ്, ജസ്റ്റ് ഞാനിപ്പോൾ പറയാം. ഇതൊരു ടെർഷ്യറി കാർബൺ ആറ്റം എന്നും പറയാം. ഇതൊരു ടെർഷ്യറി കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ടെർഷ്യറി കാർബൺ ഉണ്ട്, പ്രൈമറി കാർബൺ, സെക്കൻഡറി കാർബൺ. ടെർഷ്യറി കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റം 3 അതർ കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 3 അതർ കാർബൺ ആറ്റം ആയിട്ട് അറ്റാച്ച് ചെയ്തതുകൊണ്ട് ടെർഷ്യറി എന്ന് പറയാം. ഇനി ഇതൊരു സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയാം, ബിക്കോസ് ദിസ് കാർബൺ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു 2 അതർ കാർബൺ ആറ്റം. അതുകൊണ്ട് ഇത് സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയാം. ഇതും സെക്കൻഡറി കാർബൺ ആറ്റം ആണ്. പ്രൈമറി കാർബൺ, ഇതൊരു പ്രൈമറി കാർബൺ ആറ്റം ആണ്, കാരണം ദിസ് കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു ഓൺലി 1 അതർ കാർബൺ ആറ്റം. ഫങ്ഷണൽ ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ. ഫങ്ഷണൽ ഗ്രൂപ്പ്, ആക്ച്വലി ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിറ്റർമിൻസ് ദ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതേപോലെ അമീനോ ഗ്രൂപ്പ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, അതായത് NH2 ഗ്രൂപ്പ് അമീൻസിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതായത് നമുക്കറിയാം മീഥൈൽ ആൽക്കഹോൾ, ഇതൊക്കെ നമുക്കറിയാം ആൽക്കഹോളിന്റെ ക്യാരക്ടർ എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ കോമ്പൗണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ ഈ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. അപ്പോൾ എല്ലാ ആൽക്കഹോളിലും OH ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കും. അപ്പോൾ OH ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനും അതിൻ്റെ ആൽക്കീൻസ്, ആൽക്കൈൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വേറൊരു ലെസണിൽ ഡിസ്കസ് ചെയ്യും. ഇനി ആൽക്കീൻസ്, അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നതിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമാണ് പ്രസന്റ് ആവുള്ളൂ. ഫോർമുലയാണ്, ഫസ്റ്റ് മെമ്പർ ഈസ് മീഥെയ്ൻ ഇൻ ആൽക്കൈൻ ഫാമിലി. അപ്പോൾ നമുക്കറിയാം സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. ഇതിലെ ഫസ്റ്റ് മെമ്പർ ഒരു കാർബൺ ആയിട്ടുള്ള ആൽക്കൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് മീഥെയ്ൻ ആണെന്ന്. ഇനി ഇതിന്റെ IUPAC നെയിം ശ്രദ്ധിക്കാം. 1 കാർബൺ മെത്ത് AN എന്ന് ചേർക്കണം, കാരണം ഇത് ആൽക്കീൻ ആണ്, അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, അതായത് സിംഗിൾ ബോണ്ട് മാത്രമാണ് ഇതിലുണ്ടാവുക. ഇനി നോക്കുക മീഥെയ്ൻ. ഇനി ഇതിന്റെ കോമൺ നെയിം മീഥെയ്ൻ സെയിം തന്നെയാണ്. IUPAC നെയിം ഉണ്ട്, കോമൺ നെയിം സെയിം ആണ് മീഥെയ്ൻ. അതേപോലെ സെക്കൻഡ് 2 കാർബൺ ആയിട്ടുള്ള ആൽക്കീൻ ആണിത്. ഇവിടെ നോക്കുക ഇഥീൻ 2 കാർബൺ ആയിട്ടുള്ള. ANE എന്താണ്? എത്താണ് 2 കാർബൺ. ANE ചേർത്തത് ബിക്കോസ് ആൽക്കീൻ ആണ്. IUPAC നെയിം കോമൺ നെയിം സെയിം ആണ് ഈഥെയ്ൻ. ഇനി ഇവിടെ പ്രൊപ്പെയിൻ ആണ്, സെയിം ആണ് IUPAC നെയിം ആൻഡ് കോമൺ നെയിം പ്രൊപ്പെയിൻ. 3 കാർബൺ ആയിട്ടുള്ള ആൽക്കീൻ. ഇവിടെ ശ്രദ്ധിക്കാം CH3 CH2 twice CH3, അതായത് എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ? 1 ഇവിടെ 2 ഇപ്പോൾ 3 4 കാർബൺ ആറ്റം ഉണ്ട്. അതുകൊണ്ട് ഇത് ബ്യൂട്ടൈൻ എന്ന് പറയാം. ഇനി കോമൺ നെയിം നോർമൽ ബ്യൂട്ടൈൻ എന്നാണ് വിളിക്കുന്നത്. നോർമൽ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്രാഞ്ചഡ് ചെയിൻ അല്ല, സ്ട്രെയിറ്റ് ചെയിൻ ആണ്, അതുകൊണ്ടാണ് നോർമൽ ബ്യൂട്ടൈൻ. ഇനി അതേപോലെ പെൻഡെയിൻ എന്ന് പറയാം. 5 കാർബൺ ആയിട്ടുണ്ട് പെൻഡെയിൻ. ANE N പെൻഡെയിൻ നോർമൽ പെൻഡെയിൻ എന്നർത്ഥം. സ്ട്രെയിറ്റ് ചെയിൻ ആണ് സൂചിപ്പിക്കുന്നത്, അതായത് ബ്രാഞ്ചഡ് ഇല്ല എന്നർത്ഥം. ഇനി അതേപോലെ ഇതേ സെയിം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു കാർബൺ ആറ്റം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെക്സൈൻ. ഇനി ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാർബണിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്, അതേപോലെ ഹൈഡ്രജനിലെ വ്യത്യാസം. അപ്പം നമുക്ക് ഇതിന് ആൽക്കീൻ ഒരു ജനറൽ ഫോർമുല പറയാൻ പറ്റും. അതായത് ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ ഈസ് CnH2n+2 ആണ്. N represent the number of carbon atom. അപ്പോൾ ഇവിടെ നോക്കാം N is equal to 1 2 3 etc. അപ്പോൾ ഫസ്റ്റിലെ ഇതിലെ ഒന്നാമത്തതിൽ N കൊടുത്തു കഴിഞ്ഞാൽ Nന്റെ എണ്ണം 1 ആണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n+2, 2 × 1+2, that is equal to 4 ആണ് ഇവിടെ. ഇനി ഈ കേസിലാണെങ്കിൽ what is the formula? ജനറൽ ഫോർമുല CnH2n+2. അപ്പോൾ നമുക്ക് എത്ര N ഉണ്ട്? കാർബൺ ആറ്റത്തിന്റെ എണ്ണം 2 കാർബൺ ആറ്റം. അപ്പോൾ C2 ഇവിടെ എഴുതാം. C2 H ആണെങ്കിൽ എത്ര H ഉണ്ട്? H2 × N എത്രയാണ്? 2 ആണ്, +2. അപ്പോൾ എന്താണ്? C2H2n+2 മീൻസ് C2H6 ആണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫോർമുല എഴുതാൻ കഴിയുക. അതേപോലെ തന്നെ നമ്മൾ പെൻറ്റൈൻ എടുത്തു കഴിഞ്ഞാൽ പെൻറ്റൈനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? സി. ഇതിനെ ഫോർമുല എഴുതാം. C5 കാർബൺ ആറ്റം. ഇതിലേക്ക് നോക്കാം. H2 × 5 + 2. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഫോർമുല C5H12 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ഫോർമുലയിൽ നിന്ന് ഓരോന്നിൻ്റെയും ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആൽക്കെയിൻസിൻ്റെ കേസിൽ വരുന്നത്. ഇതാണ് ടൈപ്സ് ഓഫ് കാർബൺ ആറ്റം ഇൻ ആൽക്കെയിൻസ്. ആൽക്കെയിൻസിലുള്ള ടൈപ്സ് ഓഫ് കാർബൺ ആറ്റം. ഏതൊക്കെ ടൈപ്പ് കാർബൺ ആറ്റമാണ് ആൽക്കെയിൻസിൽ ഉള്ളത്? ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കോമ്പൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറി അടയാളപ്പെടുത്തുക, സെക്കൻഡറി അടയാളപ്പെടുത്തുക, ടെർഷ്യറിയെ അടയാളപ്പെടുത്തുക, പിന്നെ ക്വാട്ടർണറി കാർബൺ ആറ്റമാണിത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് പ്രൈമറി കാർബൺ? ഇത് പ്രൈമറി കാർബൺ ആറ്റമാണ്. ഈ കോമ്പൗണ്ടിൽ ഇതൊരു ആൽക്കെയിൻ ആണ്. ഈ കോമ്പൗണ്ടിൽ ഇത് പ്രൈമറി കാർബൺ ആറ്റമാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രൈമറി കാർബൺ ആറ്റം ആയെന്ന് നോക്കാം. അതായത് ഈ കാർബൺ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു വൺ അതർ കാർബൺ ആറ്റം. ഇതുമായിട്ട് മാത്രമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇത് പ്രൈമറി ആണ്. അതേപോലെ ഇത് പ്രൈമറി കാർബൺ ആറ്റമാണ് ബിക്കോസ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഓൺലി വൺ അതർ കാർബൺ ആറ്റം. അതേപോലെ തന്നെ ഇത് പ്രൈമറി ആണ് ബിക്കോസ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഓൺലി വൺ അതർ കാർബൺ. ദിസ് ഈസ് ഓൾസോ പ്രൈമറി കാർബൺ ബിക്കോസ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഓൺലി വൺ അതർ കാർബൺ ആറ്റം. ജനറൽ ആയിട്ട് നമുക്കെന്ന് പറയാം, പ്രൈമറി കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റം അറ്റാച്ച്ഡ് ടു ഓൺലി വൺ അതർ കാർബൺ ആറ്റം ഓർ നോ കാർബൺ ആറ്റം. ആ പോയിന്റ് കൂടെ ഓർമ്മിക്കണം. കാർബൺ ആറ്റം ലിങ്ക്ഡ് ടു വിത്ത് 2 അതർ കാർബൺ ആറ്റംസ്. 2 അതർ കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയാം. ഇത് സെക്കൻഡറി കാർബൺ ആറ്റമാണ് ബിക്കോസ് ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദിസ് ആൻഡ് ദിസ് കാർബൺ ആറ്റം. ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുണ്ട്. 2 വ്യത്യസ്ത കാർബൺ ആറ്റ് ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് പറയാം? സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയാം. ഇനി ഇതിലുള്ള സെക്കൻഡറി കാർബൺ ആറ്റമാണിത്. ബിക്കോസ് ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദിസ് ആൻഡ് ദിസ്. 2 കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ സെക്കൻഡറി കാർബൺ ആറ്റം എന്ന് പറയാം. അതുകൊണ്ട് കാർബൺ ആറ്റം ലിങ്ക്ഡ് ടു വിത്ത് 2 അതർ കാർബൺ ആറ്റം ഈസ് കോൾഡ് സെക്കൻഡറി കാർബൺ ആറ്റം. ഇനി നമ്മൾ ടെർഷ്യറി കാർബൺ ആറ്റത്തിലേക്ക് പോകാം. കാർബൺ ആറ്റം ലിങ്ക്ഡ് ടു 3 അതർ കാർബൺ ആറ്റം. അതിനാണ് ടെർഷ്യറി കാർബൺ ആറ്റം എന്ന് പറയുന്നത്. ഇതിലേക്ക് നോക്കാം. ദിസ് ഈസ് ടെർഷ്യറി കാർബൺ ആറ്റം ബിക്കോസ് ദിസ് ഈസ് ലിങ്ക്ഡ് ടു ദിസ് കാർബൺ ആൻഡ് ദിസ് കാർബൺ ആൻഡ് ദിസ് കാർബൺ. 3 അതർ കാർബൺ ആറ്റമായിട്ട് ഡയറക്ട്ലി ലിങ്ക് ചെയ്തത് കൊണ്ട് ഇതിനെ നമ്മൾ ടെർഷ്യറി കാർബൺ ആറ്റം എന്ന് പറയാം. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വാട്ടേണറി കാർബൺ ആറ്റം. എന്താണ് ക്വാട്ടേണറി കാർബൺ ആറ്റം എന്നതിലേക്ക് പോകാം. ക്വാട്ടേണറി കാർബൺ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റം ലിങ്ക്ഡ് ടു 4 അതർ കാർബൺ ആറ്റംസ്. അതായത് ഇവിടെ നോക്കാം, ഇതിൽ ക്വാട്ടേണറി കാർബൺ ആറ്റമാണ് ബിക്കോസ് ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദിസ് ആൻഡ് ദിസ് 4 അതർ കാർബൺ ആറ്റം. അപ്പോൾ 4 കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാർബൺ ആറ്റത്തിനെ നമ്മൾ ക്വാട്ടേണറി കാർബൺ ആറ്റം എന്നാണ് പറയുക. ഇതാണ് ടൈപ്സ് ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ആൽക്കെയിൻസ്. ഇനി നമ്മൾ ആൽക്കീൻസിലേക്ക് പോകാം. ആൽക്കെയിൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആൽക്കീൻസ് എന്താണെന്ന് നോക്കാം. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഇതിലെ ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആയിരിക്കും ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആണെങ്കിൽ. നമ്മൾ അതിലെ ഫസ്റ്റിലെ ഒന്നാമത്തെ ആൽക്കീൻ ഏതാന്ന് നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2. അതായത് ഇതിനെ ആൽക്കീനെ നെയിം ചെയ്യുമ്പോൾ ഈൻ എന്നാണ് ചേർക്കുക. ENE ആണ്. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാണെന്ന് നോക്കുക. IUPAC നെയിമിംഗ് ആണ് പറയുന്നത്. നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്നാണ് എന്ത് നോക്കാം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ എത്ത് എന്ന് പറയും, ഈൻ എന്ന് ചേർക്കണം ബിക്കോസ് ഇറ്റ് ഇസ് ഡബിൾ ബോണ്ട് ഈസ് പ്രസൻറ്റ്. ഡീറ്റെയിൽസ് ആയിട്ടുള്ള നെയിമിംഗ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. സം കോമ്പൗണ്ട്സിൻ്റെ മാത്രം ആൽക്കീൻസിൻ്റെ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കോമൺ നെയിം ഈസ് എത്തിലീൻ. ഇങ്ങനെയാണ് നമ്മൾ കോമൺ നെയിം. എത്ര കാർബൺ? 2 കാർബൺ, എത്തിലീൻ. ഇപ്പോൾ 3 കാർബൺ, പ്രൊപ്പിലീൻ. ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്ന കോമൺ സിസ്റ്റം. IUPAC ആണ് നമ്മൾ എക്സാമിന് കാര്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ടത് ശ്രദ്ധിക്കാം, ഈഡീൻ. ഇനി 3 കാർബൺ ആയിട്ടുള്ള ആൽക്കീൻ നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇതെന്താണ്? 3 കാർബൺ. സോ ഇറ്റ് ഈസ് പ്രൊപ്പ് ആൻഡ് ഇവിടെ റൂട്ട് വേർഡ് പ്രൊപ്പാണ്. ഇനി ഈൻ എന്ന് ചേർക്കണം ബിക്കോസ് ഡബിൾ ബോണ്ട് ഈസ് പ്രസൻറ്റ്. പ്രൊപ്പീൻ. അതായത് കോമൺ നെയിം ഈസ് പ്രൊപ്പിലീൻ. കോമൺ നെയിം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി IUPAC നെയിമിലേക്ക് പോകാം. ഇവിടെ എത്ര കാർബൺ ആറ്റം നോക്കാം? 1 2 3 4. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നെയിമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് എന്ന് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ കാരണം ഐസോമർ പോസിബിൾ ആണ്. ഇതിൻ്റെ കേസിൽ നമുക്ക് ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആറ്റം ഉണ്ട്. ഈ കേസിൽ നമ്മൾ IUPAC നെയിം ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്പറിങ് നമുക്കറിയാം, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നെയിം ചെയ്യുമ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ആണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇതിലെ എത്ര കാർബൺ ആറ്റം? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ.
അതേപോലെ എവിടെ നിന്നാണ് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആൽക്കീൻസിൽ. അപ്പോൾ നോക്കുക, ഇതിൽ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ഇതാണ്, ഇവിടെ നിന്നാണ് ലീസ്റ്റ് നമ്പർ കിട്ടേണ്ടത് ഈ കാർബൺ ആറ്റത്തിന്. അപ്പോൾ ഇവിടെ നിന്ന് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്താൽ 1 2 3 4. അപ്പോൾ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ട്. ഇനി ഇവിടുന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 തേർഡ് കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പം പക്ഷേ അതുകൊണ്ട് ഈ നമ്പറിംഗ് സിസ്റ്റം തെറ്റാണ്. അതുകൊണ്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിന് ലീസ്റ്റ് നമ്പർ കിട്ടണം. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദിസ് കാർബൺ ആറ്റം 1. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിന് ഡബിൾ ബോണ്ട് പ്രസന്റ് ആകും 1 2 3 4. സോ ഇവിടെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ബ്യൂട്ട് 1 എന്ന് പറയാം. ബ്യൂട്ട് 1 ബ്യൂട്ട് 4 കാർബൺ ആറ്റം 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ബ്യൂട്ട് 1. ഇനി നമുക്കറിയാം, ഇവിടെ കോമൺ സിസ്റ്റത്തിലാണെങ്കിൽ ഇതിന് നമുക്ക് ആൽഫ കാർബൺ എന്ന് പറയാം. അതായത് ഡബിൾ ബോണ്ട് അടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റിൽ ഇതിനെ നമ്മൾ ആൽഫ എന്ന് പറയും, ഇതിനെ ബീറ്റ എന്ന് പറയും, ഗാമ എന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് നെയിമിങ്. ഇതിൽ ആൽഫ യിലാണ് ഡബിൾ ബോണ്ട് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ആൽഫ ബ്യൂട്ടിലീൻ എന്ന് പറയും. ഇനി നമ്മൾ അടുത്ത IUPAC നെയിമിങ്ങിൽ അടുത്ത കോമ്പൗണ്ടിലേക്ക് പോകാം. ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം, CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇനി ഇതിൽ നോക്കാം, ഇത് ആൽഫ ബീറ്റ കാർബൺ ആറ്റമാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത IUPAC നെയിമിംഗ് ചെയ്യുമ്പോൾ ലീസ്റ്റ് നമ്പർ കിട്ടുന്നത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്. സോ 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. സോ ലീസ്റ്റ് നമ്പർ ഷുഡ് ഗെറ്റ് ദ ഡബിൾ ബോണ്ടഡ് കാർബൺ. സോ നമുക്ക് 5 കാർബൺ ഉള്ളതുകൊണ്ട് പെൻഡ് എന്ന് പറയാം. ഒന്നാമത്തതിൽ ഡബിൾ ബോണ്ട് 1 എഴുതാം. സോ പെൻഡ് 1 എന്ന് ചേർക്കണം, ബിക്കോസ് ഡബിൾ ബോണ്ട്. സോ പെൻറ്റ് 1 ഇനി ഇതിനെ കോമൺ സിസ്റ്റത്തിലാണെങ്കിൽ ആൽഫ പെൻഡിലീൻ എന്നാണ് പറയുക, ബിക്കോസ് ആൽഫ കാർബൺ ആണിത്. ആൽഫ ബീറ്റ, ഇത് ആൽഫയാണ്, ബീറ്റയാണ്, ഗാമ. ഇങ്ങനെയാണ് കോമൺ സിസ്റ്റം. ഇനി ഇതിൽ ആൽഫ പെൻഡിലീൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് ചെയ്യുക. ഇതിൽ ഇമ്പോർട്ടൻറ്റ് നെയിമിംഗ് എന്ന് പറയുന്നത് എന്താണ്? IUPAC ആണ്. ഇതാണ് എക്സാമിനേഷന് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമുക്ക് ജനറൽ ഫോർമുല ഫോം ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെയാണ് ജനറൽ ഫോർമുല? നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇവിടെ ശ്രദ്ധിക്കുക. ദിസ് ഇസ് ജനറൽ ഫോർമുല. CnH2n ആണ് ജനറൽ ഫോർമുല. ഇതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് n റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഫോർമുല എന്തായിരിക്കും? C എത്രയുണ്ട്? C is 2 ആൻഡ് ഹൈഡ്രജൻ ഈസ് നമുക്ക് 2 into n is 2, that is equal to C2H4. അപ്പോൾ the formula of this compound is C2H4, that is C2H4 ആണ് എന്താണ്? alkene ഈഡീൻ. ഇനി ഈ കോമ്പൗണ്ടിലേക്ക് പോകാം. നമ്മൾ ജനറൽ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. 3 കാർബൺ ആറ്റം ഉണ്ട്. സോ C3. ഇനി H2n ആണ്. സോ 2 into n is 3. so the formula is C3H6 എന്ന് എഴുതാം. ഇതാണ് ഇങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ this is the formula representation and this is the general formula of alkene. ഇത് ഓർമ്മിക്കുക, ജനറൽ ഫോർമുല ഓഫ് alkene is CnH2n. അപ്പോൾ ഇതാണ് alkenes എന്താണെന്ന് നോക്കാം. alkenesലെ C ട്രിപ്പിൾ ബോണ്ട് C, there should be at least 1 ട്രിപ്പിൾ ബോണ്ട് അവിടെ ഉണ്ടായിരിക്കണം. ഇനി ഇതിൽ നോക്കേണ്ടത് ഈ ട്രിപ്പിൾ ബോണ്ടിന്റെ പ്രത്യേകത, ഹൈബ്രിഡൈസേഷൻ ഓഫ് ദിസ് കാർബൺ ആറ്റം ഈസ് sp. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഒന്നാമത്തെ അൽക്കൈൻസ് എന്താണ്? അൽക്കൈൻസ് YNE ആണ്. അൽക്കൈൻസ് YNES. അപ്പോൾ ശ്രദ്ധിക്കാം, അൽക്കൈൻസ്. ഇനി ഫോർമുല നോക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ടിൽ 2 കാർബൺ ആറ്റമുള്ള ഡബിൾ ബോണ്ടഡ് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 കാർബൺ ആയതുകൊണ്ട് എത്ത് എന്ന് പറയാം. ഇനി YNE എന്ന് ചേർക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ആൽക്കൈൻ. YNE. സോ ഈഥൈൻ എന്നെങ്ങനെയാണ് നെയിം വന്നത്? ഇതിൽ ട്രിപ്പിൾ ബോണ്ട് പ്രസന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഈഥൈൻ. കറക്റ്റ് മനസ്സിലാക്കുക, ഈഥൈൻ എന്ന് പറഞ്ഞാൽ YNE ചേർത്തത് ബിക്കോസ് ട്രിപ്പിൾ ബോണ്ട്. ഇനി കോമൺ നെയിം, ഇതിന് നമ്മൾ സാധാരണ അറിയപ്പെടുന്നതാണ് ഈ കോമ്പൗണ്ട് അസറ്റ്ലീൻ. അത് ഓർമ്മിക്കണം. അസറ്റ്ലീൻ ഇസ് ദ കോമൺ നെയിം. ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാം കോമ്പൗണ്ടിന്റെ കോമൺ നെയിം ശ്രദ്ധിക്കേണ്ടത് അസറ്റ്ലീൻ്റെ ഡെറിവേറ്റീവ്സ്, അതായത് അസറ്റ്ലീനിൽ നിന്ന് ഉണ്ടായതായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ഇനി ഈ കോമ്പൗണ്ട് നോക്കാം. ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ്. ഇവിടെ അതിന് പകരം CH3 ഗ്രൂപ്പ്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. അതുകൊണ്ട് തന്നെ അസറ്റ്ലീൻ ഡെറിവേറ്റീവായിട്ട് പറയാം. അതായത് മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ മീഥൈൽ അസറ്റ്ലീൻ. ഞാൻ കോമൺ നെയിം ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞതാണ്. ഇനി നമുക്ക് UPSCയിലേക്ക് പോകാം. 3 കാർബൺ. സോ ഇറ്റ് ഈസ് പ്രൊപ്പ്. YNE ചേർക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് ആൽക്കൈൻ. പ്രൊപ്പൈൻ എന്ന് പറയാം. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിൻ്റെ എത്ര കാർബൺ ആറ്റം നോക്കാം? 4 കാർബൺ ആറ്റം. സോ ബ്യൂട്ട്.
ഇനി 1 ഇവിടെ നമ്പറിങ് ചെയ്യുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും, ലോങ്സ്റ്റ് ചെയിനിൽ ട്രിപ്പിൾ ബോണ്ടിന് ലീസ്റ്റ് നമ്പർ കിട്ടണം. അപ്പോൾ 1 2 3 4 ഇങ്ങനെയാണ് നമ്പറിങ് ചെയ്യുക. സോ ബ്യൂട്ട് 1 അയൻ, അതായത് ഇതിന് നമുക്ക് ഈഥൈൽ അസറ്റ്ലീൻ എന്ന് പറയാം. അതായത് ഈ ഗ്രൂപ്പ് ഈഥൈൽ ഗ്രൂപ്പാണ്, നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. ദിസ് ഈസ് ഈഥൈൽ ഗ്രൂപ്പ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ ഈഥൈൽ അസറ്റ്ലീൻ എന്ന് പറയാം. ഇനി ഇവിടെ നോക്കുക 1 2 3 4 ഇതെന്താണ്, ആക്ച്വലി എത്ര കാർബൺ ആറ്റം ഉണ്ട്, 4 കാർബൺ ആറ്റം 1 2 3 4 കാർബൺ ആറ്റം. സോ ഇറ്റ് ഈസ് ബ്യൂട്ട്, ഇത് ബ്യൂട്ട് എന്നാണ്. സോ ബ്യൂട്ട്. ഇനി നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 സെക്കൻഡ് കാർബണിൽ ട്രിപ്പിൾ ബോണ്ട്. സോ ഇറ്റ് ഈസ് 2 അയൻ, ബ്യൂട്ട് 2 അയൻ. ഇനി ഇതിന്റെ കോമൺ നെയിം ഡൈമീഥൈൽ അസറ്റ്ലീൻ, ബിക്കോസ് ഇറ്റ് ഈസ് ഡെറിവേറ്റീവ്സ് ഓഫ് അസറ്റ്ലീൻ. അതായത് അസറ്റ്ലീൻ ആണ് ഇത്. ഇതിൽ ഹൈഡ്രജൻ, ഇവിടെയുള്ള ഹൈഡ്രജന് പകരം ഇവിടെ നോക്കുക CH3 വന്നു, CH3 വന്നു, ഡൈമീഥൈൽ, 2 മീഥൈൽ ഗ്രൂപ്പ് വന്നു. സോ ഡൈമീഥൈൽ അസറ്റ്ലീൻ, അത് കോമൺ നെയിം. ഇനി നമ്മൾ IUPACയിലേക്ക് പോകാം. ഇതിലെ ഈ കോമ്പൗണ്ടിലേക്ക് പോകാം. 5 കാർബൺ ആറ്റം ഉണ്ട്, 1 2 3 4 5. സോ നമുക്കറിയാം നമ്പറിംഗ് സിസ്റ്റം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് ലീസ്റ്റ് നമ്പർ ഷുഡ് ഗെറ്റ് ദ ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. സോ പെൻഡ് 1 അയൻ, ഇങ്ങനെയാണ് നെയിം ചെയ്യുക. ഇനി നമ്മൾ ഇതിന്റെ കോമൺ ജനറൽ ഫോർമുലയിലേക്ക് വരാം. ഇതിൽ നോക്കാം, ജനറൽ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എഴുതി നോക്കിയാൽ ഇത് C2H2, ഇത് C3H4 ആണ്. അതായത് നമ്പർ ഓഫ് കാർബൺ എങ്ങനെയാണ് നമുക്ക് CnH2n-2 എന്ന് പറയുന്ന ജനറൽ ഫോർമുല കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം, വെരിഫൈ ചെയ്യാം. ഇതിൽ 2 കാർബൺ, Cn എന്ന് പറഞ്ഞാൽ n ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. സോ C2, ഇവിടെ ഹൈഡ്രജൻ ആറ്റം H2n-2, അങ്ങനെയാണെങ്കിൽ ഇവിടെ H2 കറക്റ്റ് ആണല്ലോ. ഇനി ഇവിടെ നോക്കാം C3H4. അപ്പോൾ C3H4ഉം CnH2n- എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് നമുക്ക് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഫോർമുല, ജനറൽ ഫോർമുല CnH2n-2. CnH2n-2 is the general formula of alkene.